ആരാ ഫ്ലെക്സിൽ വെക്കണത്? അപ്പുറത്തെ സൈഡിൽ വെക്കുന്ന ആസിമാനൊക്കെയാണല്ലോ. എന്താ പറഞ്ഞിട്ടില്ലോ തിരൂരില് മൂപ്പരുടെ റിസൾട്ട് അറിയുന്നേ. മൂപ്പര് ഇലക്ഷൻ നിൽക്കണുണ്ടോ നമ്മള് തിരൂരില്? നല്ല കഥായി. ഈ 13-ാം തീയതി പക്ഷെ റിസൾട്ട് അറിയുന്നത് ഇന്നാണല്ലോ 30-ാം തീയതി അല്ലെ? 2025 നവംബർ 30 ഞായർ 4 മണിക്ക് താരിഫ് ബസാർ തിരൂരിലാണ് അത്ര റിസൾട്ട് അറിയുന്നത്. എത്തിക്കൽ ഇൻസ്റ്റാൾമെന്റ് എന്താണെന്ന് അറിയാം. അപ്പൊ താരിഫ് ബസാറിലേക്ക് വിട്ടാലേ എന്താ എത്തിക്കൽ ഇൻസ്റ്റാൾമെന്റ് നമുക്കൊന്ന് അറിയണ്ടേ? പോയൊക്കാല ലീക്ക് വരാനെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നമ്മളൊക്കെ അറിയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ തിരൂരിന്റെ ഈ എത്തിക്കോം എന്നുള്ള ഒരു പരിപാടിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. എത്തിക്കോം എന്നുള്ളത് മുമ്പത്തെ ഒരു ബിസിനസ് ഗ്രൂപ്പായിട്ട് ചോയ്സിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ ഈ ചോയ്സിനെ കുറിച്ച് ഞാൻ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്. അവരെന്തൊക്കെ ചാരിറ്റി പരിപാടികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ചോയ്സ് അല്ലെങ്കിൽ എത്തിക്കോമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഏകദേശം അറിഞ്ഞപ്പോ ഒരുപാട് കുടുംബങ്ങൾക്ക്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവർക്ക് ഒരുപാട് സഹായങ്ങൾ കാരണമാവുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. മാറിക്ക, നമ്മളെ തിരൂരില് ഇങ്ങനെ ഒരു എത്തിക്കോം എന്നുള്ള പരിപാടി നിങ്ങൾ വന്നു. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയ ഒരു സംഭവം ഉണ്ടാവില്ല? അതെ, അതായത് എത്തിക്കോ എന്ന് പറഞ്ഞാൽ ചോയ്സ് എത്തിക്കോ എന്നാണ് ഇപ്പൊ പുതിയ പേരിട്ടുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളായി ബന്ധം. ഇവര് മളെ ഓരോന്ന് കിട്ടണമെന്ന് ഒരു പങ്ക് പാവങ്ങൾക്കാ. ഞാൻ എത്ര വീട്ടിലേക്കാണ് സാധനം കൊണ്ടുവരുന്ന കണക്കില്ല. ഈ എളങ്കൂരി പറഞ്ഞ സ്ഥലത്ത് 85 വയസ്സായ പാവപ്പെട്ട ഉമ്മ ഒരു ചായപ്പിന് കിടക്കുന്നു. വീട് ഞങ്ങളെല്ലാം നിർമ്മിച്ചു. അതിലേക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, കർട്ടന, ബെഡ്, അലമുറ എല്ലാം ഈ ചോയ്സിന്റെ. പലിശ ഇല്ലാതല്ലേ പരിപാടി. പിന്നെ സ്വന്തം ഇനിയിപ്പോ ഒരാഴ്ച നീണ്ടു കാശ് അടക്കാൻ പറ്റിയില്ല. അപ്പൊ വിളിച്ചെന്ന് പറയാ, ഞങ്ങൾക്ക് ഇത് കാശ് അടക്കാൻ പറ്റിയില്ല, ഒരു 4 ദിവസം സമയം. അതൊക്കെ അനുവദിക്കുന്ന അല്ലെങ്കിൽ ബജാജും മറ്റൊക്കെ എന്താ ഒരു വന്നതാണ് ഇൻകിലാബ് ഉണ്ടാക്കും. ഇവര് സൈലന്റ് ആണ്. ഏറ്റവും അർഹതപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ വളർത്തിണ്ടാക്കിയ രക്ഷിതാക്കളില് ഏറ്റവും സന്തോഷം തോന്നിയ ദിവസമാണ്. കാരണം ഉമ്മാനെ കൊണ്ടും ഉപ്പാനെ കൊണ്ടാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ നമ്പർ 1, രണ്ടാം നമ്പർ 7, ലാസ്റ്റ് നമ്പർ 8. ഇൻസ്റ്റാൾമെന്റിന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതിന്റെ അടവ് തെറ്റിയാൽ അത് പ്രശ്നമാക്കാതെ നമ്മുടെ ഫാമിലിയെ പോലെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ഒന്നുണ്ട്, അതാണ് എത്തിക്കോം. ചോയ്സ് എന്നതിന്റെ എത്തിക്കോം എന്ന റീബ്രാൻഡിംഗ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി മുതൽ ചോയ്സ് എന്നത് എത്തിക്കോം എന്നറിയപ്പെടും. സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ എത്തിക്കൽ ഇൻസ്റ്റാൾമെന്റിൽ, അതായത് അടവ് തെറ്റിയാൽ പലിശ വരാത്ത രീതിയിൽ റൂം സെറ്റ്സും കർട്ടൻ വർക്കും ഫർണിച്ചേഴ്സും ഇലക്ട്രോണിക്സും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം. ഇത് എവിടെയാണുള്ളത് എന്നല്ലേ പറയാ? കൊണ്ടോട്ടിയിലുണ്ട്, കോട്ടക്കലിലുണ്ട്, എടവണ്ണയിലുണ്ട്, നമ്മുടെ പുത്തനത്താണിയിലുണ്ട്. പുത്തനത്താണിയിൽ എവിടെയാണെന്നല്ലേ? നമ്മുടെ സ്വന്തം പാറക്കല്ലിൽ തന്നെയാണ് കേട്ടോ. ഇനി മുതൽ പലിശയെ പേടിക്കാതെ അടവ് തെറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന ഭയം കൂടാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റൂം സെറ്റ്സും കർട്ടൻ വർക്കുകളും ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സും എല്ലാം വാങ്ങാൻ ഒരിടമുണ്ട്. അതാണ് എത്തിക്കോം.